നമുക്ക് രവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ ഇട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ നമ്മൾ കാണുന്ന ഒടുവില് ആന്റണി നവീൻദാസിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി ഇപ്പം നമുക്കാണ് കിട്ടിയ ഒരു പിടിവള്ളിയാണ് ഈ പറയുന്ന ശ്രുതി. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളവളെ വിട്ട് കളയരുത്. നീ 2 മാസത്തിന് എവിടെയെങ്കിലും പോയി നിന്നിട്ട് തിരിച്ചു പോരെ. പിന്നെ നിനക്ക് തരാനുള്ള പണം ഞാൻ തന്നിരിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നവീൻദാസ് പറഞ്ഞു, അതെ, ഞാൻ 2 മാസത്തിന് പോയി മാറി നിൽക്കാം. അതിനുശേഷം പിന്നീട് തിരിച്ചു വരുമ്പോഴോ അത് പ്രശ്നമാവില്ലെന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവനൊരു 50,000 രൂപ ആദ്യം കൂടെ കൊടുത്തു. അപ്പോഴേക്കും നവീൻ ചോദിച്ചു, ഇത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചു. ശരി, കുറേ അടിയൊക്കെ വാങ്ങിയതല്ലേ എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് കൊടുത്തു. കാരണം ഞാൻ ഇത്രയൊന്നും ആർക്കും കൊടുക്കാറൊന്നും ഉള്ളതല്ല, തുല്യമായിട്ട് പങ്കുവയ്ക്കാറുള്ളതൊന്നും അല്ല എന്ന് പറഞ്ഞു. ശരി, നീ പോയിക്കോ, ഇനി ഞാൻ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നവീൻ അവിടുന്ന് സന്തോഷത്തോടെ പോവുകയാണ്. ശ്രുതിക്കിട്ട് പണി കൊടുത്തല്ലോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു നവീൻ്റെ മനസ്സിലും. പിന്നീട് ശ്രുതിയും കൂടെ വീട്ടിലേക്ക് പോരുകയാണ്. അപ്പം ശ്രുതിക്ക് ഭയങ്കര ആശ്വാസം. നവീൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി, ഇനി പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോരുന്ന സമയത്താണ് ശ്രുതിയുടെ ഫോണിലേക്ക് ആ ഡീലർഷിപ്പ് കൊടുത്ത അരവിന്ദ് സാർ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയോട് പറഞ്ഞു, അയ്യോ അരവിന്ദ് സാറാന്ന് പറഞ്ഞു. കോൾ എടുക്ക് ശ്രുതി എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതി കോൾ എടുത്ത് കഴിഞ്ഞിട്ട് അയ്യോ എന്താ സാർ, കാര്യം എന്താന്ന് ഒക്കെ ചോദിക്കുകയാണ്. എന്തൊക്കെയുണ്ട് ശ്രുതി വിശേഷങ്ങൾ, നമ്മുടെ ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. അല്ല, സബ് ഡീലേഴ്സിനെയൊക്കെ കിട്ടിയോ? കുറച്ച് ആൾക്കാരൊക്കെ അന്വേഷിച്ചു വരുന്നുണ്ട്. അതേ ശ്രുതി, നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വിറ്റഴിക്കണം കേട്ടോ. പിന്നെ കൂടുതൽ പ്രോഡക്റ്റ്സ് അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള പ്ലാനില്ല ഞാൻ. അത് മാത്രമല്ല, നല്ല രീതിയിൽ തന്നെ വേണം നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ പോകാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു, സാറേ അതിപ്പം എല്ലാവർക്കും ഒന്നും കൂടുതലായിട്ടൊന്നും അറിയത്തൊന്നുമില്ല ഇതിനെക്കുറിച്ച്. അപ്പം നമുക്കൊരു പരസ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പം അയാൾ പറഞ്ഞു, അങ്ങനെയാണോ? ഞാനിതിനെക്കുറിച്ച് ഇടയ്ക്കൊന്ന് ആലോചിച്ചു. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക, ശ്രുതി ഒരു പരസ്യം കൂടി ചെയ്തേക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അത് കുറേ പണമൊക്കെ ചിലവില്ലേ, അതൊന്നും സാരമില്ല, പൈസയൊക്കെ ഞാൻ മുടക്കിയോളാം, അതൊന്നും ഓർത്ത് ശ്രുതി വിഷമിക്കണ്ട, നല്ല രീതിയിൽ പരസ്യം ചെയ്യണം. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അതിപ്പോൾ പരസ്യം ചെയ്യാനായിട്ട് ആരെ വിളിക്കും സാറേ? വലിയ വലിയ മോഡലുകളെ അല്ലെങ്കിൽ വലിയ വലിയ താരങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കുറേ പണം കൊടുക്കേണ്ട വരത്തില്ലേന്ന് ചോദിച്ചു. ആര് പറഞ്ഞു വലിയ മോഡലുകളെയും കാര്യങ്ങളൊക്കെ വിളിക്കണമെന്ന്? ആ സമയം ശ്രുതി പതുക്കെ ശ്രുതിനെ പിച്ചുവാണ്. കാരണം ശ്രുതി എടുത്തു ചാടി ഓരോ കാര്യങ്ങളൊക്കെ പറയണേ. അപ്പോഴേക്കും അരവിന്ദ് സാർ പറഞ്ഞു, അതെ, വലിയ വലിയ ആൾക്കാരെ ഒന്നും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ കാര്യം എന്താ, നമ്മുടെ പരസ്യം ആൾക്കാരിലേക്ക് എത്തണം, അത് നല്ല രീതിയിലായിരിക്കണം, ഒറിജിനാലിറ്റി വേണം, അല്ലാതെ അതൊരു ആർട്ടിഫിഷ്യലാണെന്ന് ആർക്കും തോന്നരുത്, ആ രീതിയിലായിരിക്കരുത്, ഒരു പരസ്യമാണെന്ന് പോലും തോന്നരുത്, അങ്ങനെ വേണം ജനങ്ങളിലേക്ക് എത്താനായിട്ട്. അപ്പം ഞാൻ നോക്കിയിട്ട് അതിന് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിയുടെ വീട്ടുകാരെ കൊണ്ട് അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടുകാരെ കൊണ്ടോ? അയ്യോ സാറേ, അതിന് മാത്രം കഴിവുകളും കാര്യങ്ങളൊന്നും അവർക്കില്ല. ഉണ്ട് ശ്രുതി, വീട്ടുകാരാകുമ്പോൾ ശരിയാവും. അതും ശ്രുതിയുടെ ഷോപ്പിൽ വെച്ചിട്ട് ചെയ്താൽ മതി, ആ പരസ്യം ചെയ്താൽ മതി. അപ്പോൾ ഷോപ്പിന് നല്ലൊരു കാര്യമായിരിക്കുമല്ലോ, ഷോപ്പിനും കൂടി ഒരു പരസ്യം കിട്ടത്തില്ലേ നമ്മുടെ പ്രോഡക്ട്സ് വെച്ച് ചെയ്യുമ്പോൾ? അത് കിട്ടും. ശ്രുതി പറഞ്ഞു, അത് പിന്നെ സാറേ, ശ്രുതി വിഷമിക്കൊന്നും വേണ്ട, അതിന് വേണ്ടുന്ന പണവും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് തന്നോളാം, പിന്നെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം, അതിനുള്ള ആൾക്കാരെ ഞാൻ വിട്ടോളാം. ശ്രുതിയുടെ വീട്ടുകാരെ ഇതിന് പറഞ്ഞ് സമ്മതിപ്പിച്ച് അവരുടെ ആടിനെ അഭിനയിക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, ശരി സാറേ, അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശ്രുതിക്ക് ഒരു സന്തോഷമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീട്ടുകാരാണ്, അവർ സമ്മതിക്കുമെന്നറിയില്ല എന്നൊക്കെ ഒരു ചിന്തയും മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയോട് ശ്രുതി പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യാം, 25,000 രൂപ വെച്ച് അവർക്ക് ഓരോരുത്തർക്കും നമുക്ക് കൊടുക്കാം അഭിനയിക്കാനായിട്ട്. അരവിന്ദ് സാർ പണം തരുമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, എന്തിന് പണം കൊടുക്കണം, അവർ നമ്മൾ വീട്ടിലുള്ളതല്ലേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെയോ പണം കൊടുക്കാൻ ശരിയാവോ? ആ പൈസ നമുക്കെടുക്കാം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഈ സമയം ശ്രുതി ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ്, കൊള്ളാലോ, അമ്മയെ പറ്റിച്ച് അമ്മയുടെ 2 ലക്ഷം രൂപ തലടിച്ചു മാറ്റി. ഇപ്പോൾ ആണ്ട ശ്രുതി അതേപോലെ തന്നെ ചെയ്യാൻ പോകുന്നു. 2 പേരും ചക്കിക്കൊത്ത ശങ്കരന, കൊള്ളാന്നൊക്കെ മനസ്സിലോർത്തു. അപ്പോഴേക്ക് ശ്രുതി ഓർത്തു, എന്താ ശ്രുതി നീ ആലോചിച്ചിരിക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ നമ്മുടെ പരസ്യത്തെക്കുറിച്ച് ഓർത്താ, നീ വലിയ ഹീറോയൊക്കെ അല്ലേ, ഞാൻ ഹീറോയിനും അല്ലേന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, വീട്ടിൽ പോയി പറഞ്ഞ് എല്ലാവരും കൊണ്ട് സമ്മതിപ്പിക്കണം, അതൊരു ടാസ്ക് തന്നെയാന്ന് പറഞ്ഞു. ശരി, നോക്കാം, നമുക്ക് എന്താണെങ്കിലും അവരെ കൊണ്ട് അഭിനയിപ്പിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും ഭയങ്കര പ്രതീക്ഷയോടെ വീട്ടിലേക്ക് വരുവാണ്. ഈ കാര്യത്തെക്കുറിച്ച് പറയണം.
അതെ, നമ്മുടെ ഷോപ്പിന് വേണ്ടി ഒരു പരസ്യമൊക്കെ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. അപ്പം നിന്റെ കടയൊക്കെ നമുക്ക് പരസ്യത്തിൽ കാണാമല്ലേ? അതേമേ, പിന്നെ പുതിയ ഡീലർഷിപ്പ് കിട്ടിയിരിക്കുമല്ലേ? അപ്പം അതിനെക്കുറിച്ചൊരു പരസ്യം ചെയ്യണം. അരവിന്ദ് സാറാ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അരവിന്ദ് സാറ് കാര്യങ്ങളൊക്കെ നോക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, ഓ, എത്ര നാളായി എൻ്റെ മോന് ഇങ്ങനെ നല്ല രീതിയിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിലും ഇവരുടെ ജാതകത്തിലുണ്ട് ഇവൻ നല്ല ഉയർന്നു വരുമെന്ന്. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രൻ, അതൊരു നല്ല കാര്യമല്ലേ? പിന്നെ നല്ല കാര്യമാണ്, അല്ലെങ്കിലും എനിക്കറിയാം ഇവനെ കൊണ്ട് ഇതിനൊക്കെ സാധിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, അങ്ങനെ ബാക്കി 2 മക്കളെ താഴ്ത്തി കിട്ടേണ്ട കാര്യമില്ല, എല്ലാവരെ കൊണ്ട് സാധിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രുതി പറഞ്ഞു, ആൻറ്റി, അത് പിന്നെ ഒരു കാര്യമുണ്ട്, പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്ന വലിയ നടീനടന്മാരൊന്നുമല്ല, നമ്മളൊക്കെ തന്നെയാന്ന് പറഞ്ഞു. നമ്മളോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വർഷ ചോദിച്ചു, അല്ല, നമ്മളൊന്ന് ഉദ്ദേശിച്ച ശ്രുതിയാടുത്തി ആരെയാന്ന് ചോദിച്ചു. അത് പിന്നെ ഞാനും നീയൊക്കെ നിങ്ങളൊക്കെ പരസ്യത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിച്ചു, അതിന് ഞങ്ങൾ എന്തിനാ പരസ്യത്തിൽ അഭിനയിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അതെ, പരസ്യത്തിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർ മാത്രം അഭിനയിച്ചാൽ മതി, പുറത്തുനിന്ന് ആരെ അഭിനയിക്കാൻ വേണ്ടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് സച്ചു ചോദിച്ചു, എന്തിനാണ് അങ്ങനെയൊക്കെ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, അതിന് എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അതേ അമ്മേ, അങ്ങനെയൊന്നും ആവശ്യമില്ല, അവരതൊക്കെ പറഞ്ഞു തന്നോളൂ, അമ്മ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, എനിക്കും അഭിനയിക്കാനൊന്നും വശമില്ല എന്ന് പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, പിന്നെ ഇപ്പം നീ നന്നായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമല്ലേ, ഇത്ര നല്ലൊരു അഭിനയം ഈ കുടുംബത്തിൽ ആരും കാഴ്ചവെക്കുന്നില്ല, നിന്റെ ജീവിതത്തിൽ തന്നെ നീ അഭിനയിച്ചുകൊണ്ടിരിക്കുമല്ലേ. അങ്ങനെ രേവതിയെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, അമ്മേ, അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല, അതെ, എന്നെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാനൊരിടത്ത് അഭിനയിക്കുന്നൊന്നുമില്ല, അല്ലെങ്കിലും അവസാനം എല്ലാം എന്ത് വന്നാലും അവളുടെ തലയിലേക്കല്ലേ വരത്തുള്ളൂ എന്നും പറഞ്ഞ് സച്ചി ചന്ദ്രമതിയെ കുറ്റപ്പെടുത്തുവാണ്. ഈ സമയത്ത് വർഷ ചോദിച്ചു, അല്ല, അഭിനയിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു, പക്ഷെ പരസ്യത്തിൽ അഭിനയിച്ച് ഞങ്ങൾക്ക് എന്താ പ്രയോജനം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അത് പിന്നെ നമ്മുടെ ഷോപ്പല്ലേ. നമ്മുടെ ഷോപ്പോ? അതെങ്ങനെ ശരിയാവൂടാൻ സച്ചി ചോദിച്ചു. എപ്പോഴും നീ പറയുന്നത് നിന്റെ കട എന്നാണല്ലോ പറയുന്നത്, അതിൻ്റെ ലാഭം കിട്ടിയല്ല നിനക്ക്, പൈസ കിട്ടിയാൽ നിനക്കല്ല, പക്ഷെ ഞങ്ങളുടെ ഷോപ്പ് എങ്ങനെ ആവുന്നതെന്ന് ചോദിച്ചു. ചന്ദ്രമതി പറഞ്ഞു, കണ്ടോ അവൻ്റെ അസൂയ കണ്ടോ, അവന് പരസ്യമൊക്കെ പിടിച്ച് കുറച്ച് പൈസയായെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഷോപ്പിൽ ആൾക്കാർ കയറിയിട്ടുണ്ടെങ്കിൽ ഇവനങ്ങനെ നന്നായി പോയാലോ എന്നൊക്കെ ഓർത്തിട്ട് കണ്ടില്ലേ, അവൻ്റെ അസൂയ കണ്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അമ്മേ, എൻ്റെ സച്ചേട്ടൻ അങ്ങനെ അസൂയൊന്നുമില്ല, അസൂയുള്ള ആളായിരുന്നെങ്കിൽ ഒരിക്കലും ആ ഡീലർഷിപ്പ് കിട്ടത്തില്ലായിരുന്നു പറഞ്ഞു. സച്ചേട്ടൻ കാരണം ആ ഡീലർഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞു. ഈ സമയത്ത് പക്ഷി ചോദിച്ചു, എത്ര സമയം കാണുമെന്ന് ചോദിച്ചു. രാവിലെ തുടങ്ങിയ വൈകുന്നേരം വരെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഓഹോ, അപ്പം ഞങ്ങളുടെ ജോലിയൊക്കെ കളഞ്ഞ് ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വന്നിരിക്കണം. സച്ചി പറഞ്ഞു, അതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചു. ശ്രീകാന്തും വർഷ അത് തന്നെ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം വേണമല്ലോ. പക്ഷേ എങ്കിൽ ശ്രുതി പറഞ്ഞു, അത് പിന്നെ എടാ എനിക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഒടുവിൽ സച്ചി സമ്മതിച്ചില്ല. അപ്പോഴേക്കും സച്ചിയോട് പറഞ്ഞു, അരവിന്ദ് സാറുണ്ടല്ലോ, പറഞ്ഞ എന്താണെന്നറിയാമോ, കുടുംബത്തിലുള്ളവരെ അഭിനയിച്ചാൽ മതി, പ്രത്യേകിച്ച് സച്ചിയെ കൂട്ടിക്കൊണ്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് സച്ചിനെ അയാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിക്കൊരു സന്തോഷമായി. ഒന്നുമല്ലേലും ആ സാറ് ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ ഒരു ഫാന, അപ്പോൾ പിന്നെ ആ സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അഭിനയിക്കാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ആ സമയം രേവതി പറഞ്ഞു, സച്ചേട്ടാ, അപ്പോൾ എൻ്റെ പൂക്കച്ചവടത്തിൻ്റെ കാര്യം അതിനെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എനിക്ക് പൂക്കച്ചവടം നടത്താൻ പോകണ്ടേ, അത് മുടക്കാൻ പറ്റില്ല. സച്ചി പറഞ്ഞൊരു കാര്യം ചെയ്യാം, നീ അഭിനയിക്കാൻ വരണ്ട, പകരം ഞാനേ വേറെ ആരെങ്കിലും നിർത്തിക്കോളാം എന്ന് പറഞ്ഞു. വേറെയോ? അതെ, വേറൊരു പെണ്ണിനെ എൻ്റെ കൂടെ അഭിനയിക്കാൻ വിളിക്കാൻ. എടാ സുധി, വേറൊരു പെണ്ണിനെ വിളിച്ചാക്കാൻ പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ സച്ചിനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ വന്നോളാന്ന് പറഞ്ഞു. സച്ചിക്ക് ചിരി വന്നു. അങ്ങനെ ഒടുവിൽ ആ കാര്യത്തിലൊരു തീരുമാനമായി. എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിയെ സുധി വിളിച്ചു. എന്നിട്ടൊരു 10,000 രൂപ എടുത്ത് കൊടുത്തു. ഇതെന്താടാ മോനെ? അമ്മയ്ക്ക് മാത്രം പരസ്യത്തിൽ അഭിനയിക്കുന്നതിന് ഞാൻ പൈസ തരുന്നുണ്ട്, ബാക്കി ആർക്കും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. കൊള്ളാലോ, നീ ആളും മിടുക്കനാടാ, എനിക്കറിയായിരുന്നു, അല്ലെങ്കിലും എനിക്കിപ്പോൾ നിന്നെക്കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നുന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞു. അങ്ങനെ പിന്നീട് അവർ ഷോപ്പിലേക്ക് പരസ്യത്തിൽ അഭിനയിക്കാനായിട്ട് ചെല്ലുവേണം. ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, അതുപോലെ തന്നെ ശ്രുതിക്കുമൊക്കെ. അങ്ങനെ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബോംബെയിലെ ഒരാളെയായിരുന്നു അരവിന്ദ് സാറ് വിട്ടിരുന്നത് പരസ്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട്. അങ്ങനെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ അയാളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ക്യാമറ എല്ലാം അവിടെ കൊണ്ടുവന്ന് ഷോപ്പിൽ കൊണ്ടുവന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുവാണ്. ആ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു, അല്ല ഞങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അയാൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് അവർ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുമാണ് ഷോപ്പിൻ്റെ ഓണേഴ്സ് എന്ന് പറഞ്ഞു. രവീന്ദ്രൻ, ചന്ദ്രമതി, പിന്നെ
ഈ മൂന്ന് കപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഷോപ്പിലേക്ക് സാധനം മേടിക്കാൻ വരുന്ന ആൾക്കാരാന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ചും അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിക്കുകയാണ്. പിന്നീട് പറഞ്ഞു ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ ഒടുവിൽ ഓരോരുത്തർ പരസ്യത്തിൽ അഭിനയിക്കാനായിട്ട് ഒരുങ്ങുവാണ്. ഈ സമയത്ത് രവീന്ദ്രനാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. രവീന്ദ്രന് ശരിയാവുമോ എന്നൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അഭിനയിക്കാൻ തുടങ്ങുന്ന സമയത്ത് രവീന്ദ്രനെ കുറെ ചീത്ത പറയുന്നുണ്ട് അയാള്. അപ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വന്നു. കാരണം തൻ്റെ അച്ഛനെ ചീത്ത പറയാൻ ഇവരാരാ? ഒന്നാമത്തെ കാര്യം വെറുതെയാണ് ഒരു പൈസ പോലും വാങ്ങാതെ ഈ പരസ്യത്തിൽ അഭിനയിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ തൻ്റെ അച്ഛനെ ചീത്തയും കൂടെ പറഞ്ഞ് സച്ചിക്ക് സഹിക്കുക. സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പത്തിന് സച്ചി അയാളോട് പോയി ദേഷ്യപ്പെട്ടു. കുറെ ചീത്തയൊക്കെ പറയണം. നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കണേ? നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ പരസ്യത്തിൽ ഫ്രീ ആയിട്ട് അഭിനയിക്കുന്ന പോലെ എന്നിട്ട് എൻ്റെ അച്ഛനെ ചീത്ത പറയണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അയാൾ പറയുന്നത് ആര് പറഞ്ഞു പരസ്യം വെറുതെ ചെയ്യുന്നതെന്ന്? നല്ല ക്യാഷ് വാങ്ങിയിട്ടല്ലോ എന്ന് ചോദിച്ചു. ക്യാഷാ? അതെ ക്യാഷ് വാങ്ങിയിട്ടാന്ന് പറഞ്ഞു. ഓരോരുത്തർക്ക് 25,000 രൂപ വെച്ചല്ലേ അരുൺ സാർ തരുന്നതെന്ന് ചോദിച്ചു. സച്ചി മാത്രമല്ല അവിടെ നിന്ന് ശ്രീകാന്തും പക്ഷേ എല്ലാവരും ഞെട്ടിപ്പോവാണ്. അങ്ങനെ സുധിയുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.